ഡിയർ സ്റ്റുഡൻസ്, കുറച്ച് ചെറിയൊരു ചാപ്റ്ററാണ് ഈ റിഡോക്സ് റിയാക്ഷൻസ്. അതുകൊണ്ട് തന്നെ മാർക്ക് വെയിറ്റേജും കുറവായിരിക്കും, 5 മാർക്കാണ്. ഇതിൽ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇമ്പോർട്ടൻറ്റ് ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു തരാമെന്നേ ഉള്ളൂ. കാരണം നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിലൊക്കെ പഠിച്ചില്ല നോക്കുക. ഫസ്റ്റ് ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ക്ലാസിക്കൽ ഐഡിയ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ ഈസ് അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്, ഓർ ഓക്സിഡേഷൻ ഈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്. ഇപ്പം കണ്ടല്ലോ, ഓക്സിഡേഷൻ ഡെഫിനേഷൻ പറഞ്ഞിട്ടില്ല. ക്ലാസിക്കൽ ഐഡിയ പ്രകാരം ഓക്സിജൻ ആഡ് ചെയ്യണതും ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ് ആഡ് ചെയ്യണതും, അല്ലെങ്കിൽ ഹൈഡ്രജനെ നീക്കം ചെയ്യുന്നതും ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റിനെ നീക്കം ചെയ്യണം ഒക്കെ എന്താണ്, ഓക്സിഡേഷനാണ്. അപ്പോൾ ഇതിൻ്റെ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്, എല്ലാം ഉൾട്ടായിട്ട് വരും. അത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റും റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റും. അതാണ് ക്ലാസിക്കൽ ഐഡിയ. പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിൽ അധികം വേണ്ടത് ഇലക്ട്രോണിക് കൺസെപ്റ്റാണ്. ശരിക്കും റിഡോക്സ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിക് കൺസെപ്റ്റാണ്. അത് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോൺ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് ഓയിൽ നിന്ന് ഷോർട്ട് കൊടുക്കുക. അതാണ് മറന്നുപോകാത്ത കമാൻഡ്, ഓയിൽ ഓക്സിഡേഷൻ ഈസ് ലോസ് എന്തിൻ്റെ, ഇലക്ട്രോണിൻ്റെ. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് റിഗ് എന്ന് പറയുന്നത്, റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇനി ഇതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞ ടേമും വരും, റെഡ്യൂസിങ് ഏജൻറ്റ് ഓർ റിഡക്റ്റൻറ്റ്. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓക്സിഡേഷന് സഹായിക്കുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് കേട്ടോ. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റിന് റിഡക്ഷനാണ് നടക്കുക. അതേപോലെ റെഡ്യൂസിങ് ഏജൻറ്റ് ഓർ റിഡക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷന് സഹായിക്കുന്ന ആളാണ്, അയാൾക്ക് റിഡക്ഷൻ അല്ല നടക്കുക, അയാൾക്ക് ഓക്സിഡേഷനാണ്. മനസ്സിലായല്ലോ? ഇനി ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റാണ് അടുത്തത്. ഇതിനൊക്കെ എക്സാമ്പിൾ ചെയ്ത് പഠിക്കണേ. ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ശ്രദ്ധിച്ചോ. പെട്ടെന്ന് ഞാൻ പറയാം. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന എല്ലാ റിയാക്ഷനും എന്താണ്, ഓക്സിഡേഷനാണ്. ഓക്സിഡേഷനിൽ എന്താ സംഭവിക്കുക, ഓക്സിഡേഷൻ നമ്പർ കൂടുക. ഫോർ എക്സാമ്പിൾ 0 ഉള്ള ഓക്സിഡേഷൻ നമ്പർ 5 ആയാൽ അത് ഓക്സിഡേഷനാണ്. അതേപോലെ -1 ഉള്ള ഒരാൾക്ക് എന്തുണ്ട്, അത് 0 ആയി, അപ്പോൾ അത് ഓക്സിഡേഷനാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന എല്ലാ പ്രോസസ്സും എന്താണ്, ഓക്സിഡേഷൻ. എന്നാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന എല്ലാ പ്രോസസ്സും എന്താണ്, റിഡക്ഷനാണ്. ഒരാൾക്ക് ആദ്യം ഉള്ളത് +5 ആണ്, അത് +1 ആയാലും അത് റിഡക്ഷനാണ്. ഒരാൾക്ക് ആദ്യം +2 ഉണ്ട്, അത് -2 ആയാലും അത് റിഡക്ഷനാണ്. മനസ്സിലായല്ലോ? ഇനി ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷനാണ് ഉള്ളത്. അതിൽ കോമ്പിനേഷൻ റിഡോക്സ് ഉണ്ട്, ഡീകമ്പോസിഷൻ റിഡോക്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്, ഡിസ്പ്രപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് പഠിക്കുക. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആ വേർഡിലുണ്ട്, രണ്ടെണ്ണം ചേരുന്നത് കോമ്പിനേഷൻ. എല്ലാ കമ്പഷൻ റിയാക്ഷനും കോമ്പിനേഷനാണ്. പിന്നെ അതിലൊക്കെ ഒരു കണ്ടീഷൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ശരിക്കും ഡീകമ്പോസിഷനൊക്കെ പറഞ്ഞുകൊടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്, കാൽസ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ. എന്നിട്ട് CaCO3 ഗീവ്സ് CaO + CO2. അതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ശരിയല്ലേ? കാരണം അത് എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു റിഡോക്സ് അല്ല, അത് ഡീകമ്പോസിഷൻ. അപ്പോൾ എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനും റിഡോക്സ് ആവണമല്ല. കാരണം അപ്പോൾ പറഞ്ഞ റിയാക്ഷൻ കാൽസ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷനിൽ എല്ലാവരും കോമ്പൗണ്ട് ആയിട്ടുള്ളത്. അപ്പോൾ റിഡോക്സ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മസ്റ്റ് ബി ഇൻ എലമെൻ്റൽ ഫോം. അതൊക്കെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്യുക. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ 2 ടൈപ്പ് ഉണ്ട്, മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. Fe മെറ്റലിൻ്റെ കോപ്പർ സൾഫേറ്റിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും, അത് ഒരു മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന് എന്ത് ചെയ്യും, Fe പുറത്തേക്ക് എടുക്കും, എന്നിട്ട് FeSO4 ആവും. ഇതുപോലുള്ളൊക്കെ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനത്തെ കുറേ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചതുണ്ടാവും. ദെൻ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മെയിനായിട്ട് പറയുക. ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മെഗ്നീഷ്യം മെറ്റൽ ഇട്ടാൽ അതിൽ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും, അതാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൽ അപൂർവമായിട്ട് എന്തുണ്ട്, ഓക്സിജൻ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ള മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ എന്താ, ഹൈലി റിയാക്റ്റീവ് മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ എന്നാണ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻസ്. ഈ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എക്സാമ്പിളായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസിഷനാണ്. അത് ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വീണ്ടും പറയാം, ഡിസ്പ്രപ്പോർഷനേഷനാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ പ്രത്യേകത, ഡിസ്പ്രപ്പോർഷനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരേ എലമെൻ്റ് തന്നെ 2-ലധികം ഓക്സിഡൈസ് സ്റ്റേറ്റിലുണ്ടാവും. സാധാരണ റിഡോക്സിൽ ഒരു എലമെൻറ്റ് 2 ഓക്സിഡൈസ് സ്റ്റേറ്റിൽ എന്തായാലും ഉണ്ടാവും, പക്ഷേ 2-ലധികം. ഇതിലെ ഓക്സിജൻ കണ്ടില്ലേ, ഇവിടെ -1 പിന്നെ -2 0. അപ്പോൾ ഇതിലെങ്ങനെ റിയാക്റ്റൻ സൈഡിലുള്ള ഓക്സിജൻ്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് പറഞ്ഞാൽ പ്രൊഡക്റ്റ് സൈഡിലുള്ളതിൻ്റെ നടുവിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് വരിക. കണ്ടോ, -2 × 0ൻ്റെ നടുവിൽ. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത.
അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി ഓക്സിഡൈസ് ആൻഡ് റെഡ്യൂസ് ഇടുന്നു. ഓക്കെ, അടുത്തത് ബാലൻസിങ് ഓർ റിഡോക്സ് റിയാക്ഷൻ. അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, 2 മീഡിയത്തിലും ചെയ്യാനുണ്ടാവും, അസിഡിക് മീഡിയം, ബേസിക് മീഡിയം. അതിൽ 2 തരം മെത്തേഡാണ്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലൂടെയും ചെയ്യണം, ഹാഫ് റിയാക്ഷൻ മെത്തേഡിലൂടെയും ചെയ്യണം. ഹാഫ് റിയാക്ഷനാണ് അയോൺ ഇലക്ട്രോൺ മെത്തേഡ് എന്ന് പറയുക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക വേണേ, കിട്ടിയാൽ ഒരു 3-4 മാർക്കിനൊക്കെ ഒറ്റ ക്വസ്റ്റ്യൻ വരും. ഇക്വേഷൻ തന്നിട്ട് അതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ് കാണണം, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ് കാണണം, ബാലൻസ് ചെയ്യണം, ഒക്കെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഇതിൽ ലാസ്റ്റ് വരുന്നത് ഡാനിയൽ സെൽ, അഥവാ ഗാൽവാനിക് സെല്ലിനെ പറ്റിയാണ്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ആ എനർജി എന്താക്കും, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. അതിൽ ഫേമസ് എക്സാമ്പിളാണ് ഡാനിയൽ സെൽ. അതുകൊണ്ട് അത് ചോദിക്കും, സിങ്ക് കോപ്പർ സിങ്കു സെൽ. അതിലെ ഓക്സിഡേഷൻ റിഡക്ഷനും കണ്ടില്ലേ, അതൊക്കെ എഴുതി പഠിക്കുക, ഓവറോൾ റിയാക്ഷൻ പഠിക്കുക. സ്റ്റോക്ക് നൊട്ടേഷനാണ്, കുറേ പ്രാവശ്യം ചോദിച്ചതാണ്, ഞാൻ എക്സാമ്പിൾ കൊടുത്ത കണ്ടില്ലേ. ഓറസ് ക്ലോറൈഡിനെ ആൽഫ്രഡ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതിയ കണ്ടോ, Au1Cl. എന്നാൽ ഓറിക് ക്ലോറൈഡ് ആകുമ്പോൾ Au3Cl. കാരണം ഇതിൽ മെറ്റൽ ഗോൾഡാണ് Au. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടോ, ഒരു ബ്രാക്കറ്റിൽ, ഈ ബ്രാക്കറ്റിൽ എഴുതി റോമൻ ന്യൂമറൽസിൽ എഴുതുന്ന സിസ്റ്റം സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുക. അടുത്ത കണ്ടോ സ്റ്റാനസ് ക്ലോറൈഡ് കണ്ടോ, Sn2Cl2. എന്നാൽ സ്റ്റെനിക് ആകുമ്പോൾ 4 ആണ്, Sn4Cl4. ഇതുപോലെ ഫെറസ്, ഫെറിക് ഒക്കെ ഇതിനെ ശ്രദ്ധിക്കുക. ഇത്രയാണ് ചാപ്റ്ററുകളും. ഇതിൽ മെയിനായിട്ട് ഞാൻ പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് വല്ലാണ്ട് ഉപകാരപ്പെടില്ല, നിങ്ങൾ പഠിച്ചിട്ട് ഇതൊക്കെ കവർ ചെയ്തില്ലേ നോക്കുക. പിന്നെ എക്സാമ്പിൾ ചെയ്യുക, ഞാൻ അറ്റാച്ച് ചെയ്യട്ടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതിലുള്ളതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ.